എന്ന് പറയണത് കണ്ടോ. ചുറ്റിനും കല്ലും കാടുമാണ്. ഓക്കെ, കാടിൻ്റെ ഉള്ളിലെ ഭഗവതിയാണ് കല്ലിൽ ഭഗവതി. ഇതുണ്ടോ നോക്കിയേ, പിന്നിൽ കാണുന്ന കല്ലുണ്ടോ? എന്താ അതിൻ്റെ ഒരു വലിപ്പം കണ്ടോ. ചുറ്റിനും കാടാണ് കേട്ടോ. കാടെന്ന് പറഞ്ഞാൽ ഗംഭീര കാട്. നിശബ്ദതയും കിളികളുടെ ഒച്ചയും എന്താ പറയുക, ചീവീടുകളുടെ ഒച്ചയും ഒക്കെ കൂടി കേട്ടിട്ടുള്ള ഒരു, അതും സന്ധ്യാനേരത്ത് നല്ല രസമല്ലേ അന്തരീക്ഷം. സൂപ്പറാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രം. നോക്കിയാൽ ഈ കല്ലിൻ്റെ ഉള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, ഗുഹ കണ്ട, ഗുഹയുടെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഇവിടുന്നാണ് കേട്ടോ ഈ അമ്പലത്തിലേക്ക് നമുക്ക് പ്രദക്ഷിണം വയ്ക്കേണ്ട വഴി. അതായത് അകത്തുനിന്ന് നമ്മൾ ഇതൊന്നും നമ്മൾ വീഡിയോ എടുക്കാനും സമ്മതിക്കില്ല. ഇത് പുറത്താണ്. പുറത്തെന്ന് വെച്ചാൽ മുഴുവൻ കല്ലാണ്. ജസ്റ്റ് നമുക്കിങ്ങനെ നടന്നു പോകാനുള്ള ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. 2 പേർക്ക് ഒരുമിച്ച് നടക്കാം, അത്രേ പറ്റുള്ളൂ. ഇത് അതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ആ കല്ല് കാണില്ലേ, വലിയ കല്ല്, ആ കല്ലിൻ്റെ ഉള്ളിൽ ഒരു സൈഡിലാണ് ഭഗവതിയുടെ പ്രതിഷ്ഠയും അമ്പലവും. അത് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാരും കൂടിയുള്ള ഒരു പ്രതിഷ്ഠ, പ്രത്യേക ആയിട്ടുള്ള ഒരു പ്രതിഷ്ഠയുള്ളൊരു അമ്പലമാണിത് കേട്ടോ. കല്ലിൽ ഭഗവതി ക്ഷേത്രം പെരുമ്പാവൂരിനടുത്ത് മേത്തല എന്ന ഗ്രാമത്തിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കല്ലിൽ ഗുഹാക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്, ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അത്രയും വലിയ കല്ലിൻ്റെ എന്താ പറയുക, അത് പറയാൻ പറ്റില്ല, അത് കണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ കല്ലിൻ്റെ ഒരു സൈഡിലാണ്, ജസ്റ്റ് ഇങ്ങനെ ഒരു കല്ലിങ്ങനെ തൊട്ട് താങ്ങി നിൽക്കുന്ന രൂപത്തിലാണ് ആ കല്ല് നിൽക്കണം. അതിൻ്റെ ഒരു സൈഡിലാണ് ഈ ഭഗവതിയുടെ പ്രതിഷ്ഠ വന്നിരിക്കുന്നത്. ആ അമ്പലത്തിൽ തന്നെ ശിവനും ബ്രഹ്മാവും വിഷ്ണുവും ഒരുമിച്ച് ഒരു സൈഡിലാണ് ഭഗവതിയുടെ പ്രതിഷ്ഠ ഉണ്ടാവുക. പിന്നെ ഗണപതിയും അയ്യപ്പനും തൊട്ട് അടുത്ത് തന്നെ ഉണ്ട് പ്രതിഷ്ഠ. പക്ഷെ ഈ കാണാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലിൻ്റെ ഒരു പ്രതിഭാസം തന്നെയാണ്.